മലകയറ്റം വളരെ ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. എന്നാൽ പ്രസംഗിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ പ്രസംഗം മലകയറ്റം പോലെ ആയിരിക്കണം എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ മല കയറുമ്പോൾ പതിയെ 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 നടന്ന് നമുക്ക് ഏറ്റവും വേണ്ട എവിടെയാണോ നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവും. അവിടെ വരെ നമ്മൾ പതിയെ നടന്ന് ഉയർന്ന ആ ഒരു തലത്തിലെത്തുകയും അവിടെ നിന്ന് പതിയെ നമ്മൾ ഇറങ്ങി നമ്മൾ എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു കയറ്റ ഇറക്കത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. എന്നാൽ പ്രസന്റേഷന് വരുമ്പോൾ, പ്രസംഗിക്കാൻ വരുമ്പോൾ, നമ്മൾ നാലാളുടെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു മലകയറ്റത്തിൻ്റെ ഫീലിങ്ങിന് സൃഷ്ടിക്കാൻ മാത്രം ഉതകുന്നതായിരിക്കണം. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ പതിയെ 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 നമ്മൾ പ്രസന്റേഷൻ, നമ്മുടെ അവതരണം ആരംഭിക്കുകയും പിന്നെ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയും അവിടുന്ന് പതിയെ 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 കാര്യങ്ങൾ അവതരിപ്പിച്ച് നമ്മൾ വളരെ കൂളായി റിലാക്സ്ഡായി ആശയങ്ങളെ നല്ല രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനെ അവസാനിപ്പിക്കാൻ കഴിയുന്നിടത്ത് നമുക്ക് പറയാൻ സാധിക്കും ആ പ്രസംഗത്തിനൊരു മലകയറ്റ ഇറക്കത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു എന്ന്. മികച്ച പ്രസൻറ്റേഷനുകളൊക്കെ, അറിയപ്പെടുന്ന നല്ല പ്രസംഗങ്ങളൊക്കെ ഈ ഒരു തലത്തിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രസൻറ്റേഷൻ ആ രൂപത്തിൽ കുറച്ചുകൂടെ കൂളായി റിലാക്സ്ഡായി തുടങ്ങുകയും പതിയെ ആ വിഷയത്തിൻ്റെ കാമ്പുള്ള ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് വളരെ കൂളായി റിലാക്സ്ഡായി ശ്രോതാക്കളോട് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ വിജയിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ നേടിയെടുക്കാൻ പ്രസംഗത്തിൽ ഉടനീളം ശ്രമിക്കുക, അതിന് കൂടുതൽ പരിശീലിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം.